മാഷാല്ലാ പെരിയിൽ പുതിയ ഒരു ചെറിയൊരു ഇന്നോവ വണ്ടി എടുത്തിട്ടുണ്ട്. പെരിയത്തല്ല, നമ്മൾ അനിയൻ്റെ സ്നേഹിതന്മാരുടെ കൂടെയാണ്. കാക്ക ഇന്ന് തുറക്കാനായില്ല. ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞ എന്താ അവസ്ഥ? നിങ്ങൾ അപ്പോൾ താന്നൂരാണ്. അവിടെ ജോയി ആയിരിക്കൂലേ? ജോയി ആയിരിക്കും. പോരാ. അവിടെ എത്ര ബോളിംഗ് എത്ര ഉണ്ട് നാവല? അവിടെ പിന്നെ 73-74 ബോളിംഗ് ഉണ്ട്. അത്യാവശ്യം ബോളിംഗ് ഉണ്ടല്ലോ. അവിടെ പ്രവാസികൾ കൂടുതലുണ്ടാവൂല? പ്രവാസികൾ കൂടുതലല്ല. ഈ SIR പ്രശ്നം കാരണം എല്ലാവരും വന്ന് വോട്ട് ചെയ്തിട്ട് അങ്ങനെ ബോളിംഗ് ആയതാണ്. പിന്നെ ആളുകൾ പോവുകയും ചെയ്തല്ലോ. ഇൻഷാ അല്ലാ എന്തായാലും വിജയിക്കുന്ന പറഞ്ഞത് ഒരു 5000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായി. 1000 വോട്ടിന് മേലൊക്കെ ഉണ്ടാവും. മൊത്തത്തിൽ കാഴ്ചപ്പാട് ജനങ്ങൾക്ക് ജോയി ആണല്ലോ. ജോയി എന്ന് പറഞ്ഞാൽ ഈ ഇതിൽ മാത്രമേ ഉള്ളൂ. ഏതില്? ഫേസ്ബുക്കിലാ? ഇൻസ്റ്റാഗ്രാമിലാ? ഇൻസ്റ്റാഗ്രാമിൽ ഈ ഫേസ്ബുക്കിൽ മാത്രം. ഗ്രൗണ്ടിലില്ല. 100% ഉറപ്പാണ്. ജലീൽ മത്സരിക്കില്ല എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഒരു ഇത് ജനങ്ങൾക്ക് ഉണ്ടാവൂല. മത്സരിക്കില്ലെന്ന് പറഞ്ഞു. പിന്നെ പാർട്ടി നിൽക്കാൻ പറയുന്നതാണ്. അവിടെ വികസനങ്ങൾ എന്താ പാട്? ശരി, വികസനം എന്ന് പറഞ്ഞാൽ ജലീലിനൊന്നും ചെയ്യാൻ ബാക്കിയില്ല അവിടെ. പിന്നെ അവിടെ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ പാലത്തിന്റെ ചോർച്ചയാണ്. അത് അടച്ചിട്ട് നിൽക്കുന്ന സാങ്കേതിക പ്രശ്നങ്ങളാണ്. പാലത്തിന്റെ? ചമ്പട്ടം പാലത്തിന്റെ. വേറെ വിഷയം അവിടെ ഇല്ല. എല്ലായിടത്തും റോഡുകളും ഒരു പഞ്ചായത്ത് റോഡൊന്നും കാണാനില്ല അവിടെ. കോൺക്രീറ്റും ഒക്കെ ക്ലിയർ ആക്കി അവിടെ. പിന്നെ ഈ ചെറിയ പ്രതിസന്ധികൾ അത്ര ഉണ്ടാവും. ഏത് MLA ആയാലും എത്ര വലിയ MLA ആയാലും പ്രതിസന്ധികൾ ഉണ്ടാവും. ഇല്ലാത്ത MLA വളരെ കുറവാണ്. ലിൻഡോ ജോസഫിനെ പോലത്തെ MLA വളരെ കുറവാണ്. അത് അവർക്ക് പറയാനും വാക്കുകൾ ഉണ്ടാവില്ല ചിലപ്പോൾ അവരെ പറ്റിയിട്ട്. പറയാനല്ലേ? പിന്നെ ഇവരൊരു മാറ്റം വേണമെന്ന് മാത്രം പറഞ്ഞോളൂ. പറയാനില്ല. ആയിക്കോട്ടെ, എന്തായാലും നോക്കാം. നമ്മൾ ഇലക്ഷൻ മെയ് 4 വരുമല്ലോ.